അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഹായ് ഗൈസ്, നമസ്കാരം. എനിക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. എനിക്ക് തിരുമേനിയോട് സ്വകാര്യമായിട്ട് അല്പം സംസാരിക്കാനാണ്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അങ്ങനെ ഞാൻ കയറി, ഞാൻ അവനോട് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, എന്താ സംഭവം പറ കേക്കട്ടെ. റവന്യൂ തരാൻ പറ്റില്ല, റവന്യൂ എനിക്ക് തരാൻ പറ്റില്ല, കാരണം അവനിതൊരു ബിസിനസ് ആയിട്ടാണ് നടത്തുന്നത്. എന്താ ഞാൻ കേൾക്കുന്നത്? അവനിതൊരു ബിസിനസ്സാണ്. അപ്പം അങ്ങനെ നമുക്ക് റവന്യൂ തരാനുള്ള റവന്യൂ ഓൻ തരൂല. ചത്തിട്ടുണ്ടെങ്കിൽ അടുത്ത ഞാനാണെന്ന് പറയട്ടാ, പിന്നെ അത് വേണമെങ്കിൽ നീയാണെന്ന് പറഞ്ഞു. എന്തിന്? അതിന്റെ ഗവ നിനക്കിരിക്കട്ടെ, അത് കഴിഞ്ഞിരിക്കട്ടെ. കൂടി ഞാൻ ഇതാക്കിയതിൻ്റെ ഒരു ഇതിൽ നിന്നൊരു പൈസ എല്ലാം ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. മനസ്സ് സങ്കടത്തിലിരിക്കാൻ സന്തോഷ്, ഭയങ്കര മനസ്സിൽ നീ എന്നെ പറ്റിച്ചതാണ്. എന്നിട്ട് പറഞ്ഞു, നീ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് റൂള്, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോ, ഇവിടെ ഇതൊക്കെയാണ് റൂൾ എന്നോട് പറഞ്ഞു. എടാ, നിനക്ക് വേണമെങ്കിൽ നിൽക്കാം, അല്ലെങ്കിൽ പോവാ, ഞാൻ ഒരിക്കലും നിന്നെ ഇവിടെ പിടിച്ച് വെക്കൂല. അവൻ ലൈവിൽ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടാകും ഇവർക്കൊക്കെ സാലറി ഉണ്ട്, അല്ലെങ്കിൽ ഇവർക്കൊക്കെ സ്വന്തമായിട്ട് റവന്യൂ ഉണ്ട് എന്നാണ് അവൻ എല്ലാ ലൈവിലും പറയാറ്. ചേട്ടാ, അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. പക്ഷേ നമുക്ക് ഇന്നേ വരെ 1 രൂപ കിട്ടിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഗൂഗിൾ പേയോ എന്താണെന്ന് തെളിവെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുണ്ട്, പ്രൂഫ് ഉണ്ട്. ക്യാമറയുടെ മുമ്പിൽ നമ്മൾ അഭിനയിച്ചില്ലാന്നുണ്ടെങ്കിൽ വ്ളോഗാണ്, അതിന്റെ ഇടയിൽ കട്ട് ചെയ്ത് നമ്മൾ അപ്പാട് തെറി വിളിക്കും. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. അഭിനയിക്കാം, അതായത് ഞാൻ ശരിക്കും നിർത്തി അവമാനിക്കുവാണെന്ന് വെച്ചാല് ഞങ്ങളുടെ ഷഡ്ഡി അലക്കലാണ്, അതായത് റാംബോന്റെയും നിയാദിന്റെയും ഷഡ്ഡി അലക്കലാണ്. അതും ഒരു 3 ആഴ്ചക്കുള്ളിൽ അവന്റെ ഷഡ്ഡി അലക്കിയതിലേക്ക് മൊത്തിക്ക് അടി പോകും. കാരണം ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. ചായ കുടിച്ചാൽ ഇപ്പൊ 100 രൂപ കൂടി പോയാൽ അതിന്റെ കണക്ക് ഒരു 10 പ്രാവശ്യം പറയും. അതിന്റെ കണക്ക് ഒരു 10 പ്രാവശ്യം കാറിലിരുന്ന് ഇവൻ പറയും. 1450 രൂപ 50 പൈസ ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം. 1450 രൂപ 50 പൈസ ഉണ്ടെങ്കിൽ എന്തോ ഒരു ഏത്തപ്പഴം വാങ്ങിച്ച് പുഴുങ്ങി തിന്നാം.